എല്ലാവർക്കും വന്ദനം. ഇതാ ഈ ആഴ്ചയിലെ ആദ്യ ദിവസങ്ങളിൽ തന്നെ നമ്മുടെ ഈ മാസം പൂർത്തിയാകുന്ന ദിനങ്ങളായി തീർന്നു. തിങ്കൾ ചൊവ്വ 2 ദിവസങ്ങൾ കൂടി നമുക്ക് ജൂൺ മാസത്തിലുണ്ട്. എന്നാൽ അല്പം കൊണ്ടും അധികം കൊണ്ടും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. കഴിഞ്ഞ ദിവസം ഫാസ്റ്റിംഗ് പ്രയറിൽ ഞങ്ങൾ ചിന്തിച്ച ഒരു കാര്യമുണ്ട്. ഓരോ പ്രശ്നങ്ങളും അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് കാണുക. അതിനെ ഒരു പ്രതികൂലമായിട്ടല്ല കാണേണ്ടത്, അതിനെ ഒരു എക്സ്പീരിയൻസ്. എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. ജീവിതത്തിൽ വലുതും ചെറുതുമായ എക്സ്പീരിയൻസുകൾ ഉണ്ടാകും. അതെൻ്റെ ജീവിത അനുഭവമാണ്. ആർക്കും ഇല്ലാത്ത ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. അത് കേൾക്കുന്നവരെ ആശ്ചര്യപ്പെടുത്തും. അപ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയായിട്ട് മാറും. ഇങ്ങനെ ഒരു കോട്ടുണ്ട്: നെവർ സ്റ്റോപ്പ് ലേണിംഗ് ബിക്കോസ് ലൈഫ് നെവർ സ്റ്റോപ്സ് ടീച്ചിങ്. ഒരിക്കലും പഠനം അവസാനിപ്പിക്കരുത്. പൗലോസൊക്കെ മരിക്കും വരെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പഠനം ഒരിക്കലും അവസാനിപ്പിക്കരുത്. കാരണം ജീവിതാനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് അവസാനിപ്പിക്കുന്നില്ല. ഓരോ അനുഭവങ്ങളും നമ്മളെ ഓരോ പാഠം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ പറയാറില്ലേ, തിളച്ച വെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും. തിളച്ച വെള്ളത്തിൽ നിന്ന് പൂച്ച പഠിച്ചൊരു പാഠമാണ് പച്ചവെള്ളത്തെയും സൂക്ഷിക്കണം. അപ്പോൾ വെളുത്തതെല്ലാം പഞ്ചസാരയല്ല, ചിലപ്പോൾ അത് ഉപ്പാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം അറിയണമെങ്കിൽ ജീവിതത്തിൽ ഇതിലൂടെയെല്ലാം നമ്മൾ കയറിയിറങ്ങണം. അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നമ്മൾ പലതിനും നല്ല വ്യാഖ്യാനങ്ങൾ കൊടുക്കും. വെള്ളം തിളച്ചതായാലും തണുത്തതായാലും തിരിച്ചറിയാൻ അതിൽ കൈമുക്കിയാലേ അറിയാൻ പറ്റൂ. ആവി പറക്കുക എന്നുള്ളത് എപ്പോഴും ഉണ്ടാകണമെന്നില്ല. അഥവാ ആവി പറന്നാലും വളരെ തണുപ്പുള്ള വെള്ളത്തിൽ നിന്നും അതുപോലെ ഒരു ആവി പറക്കുന്ന പോലെ ഫീൽ ഉണ്ടാകും. എല്ലാം അനുഭവത്തിലൂടെ പലതും പഠിച്ചെടുക്കും. അതുകൊണ്ട് പഠനം അവസാനിപ്പിക്കരുത്. എല്ലാം ഒരു പാഠമായി കാണാൻ തുടങ്ങുമ്പോൾ, മറ്റുള്ളവർ നമ്മോട് ചെയ്തതെല്ലാം ഒരു പാഠമാകുമ്പോൾ നമ്മൾ പക്വതയുള്ളവരാകും. ചില വിഷയങ്ങളൊക്കെ വന്നത് നന്നായി എന്ന് തന്നെ പറയണം. അത് വന്നില്ലായിരുന്നെങ്കിലോ, ഒരാൾ നമ്മളെ 1000 രൂപയിൽ കളിപ്പിച്ചു, അന്ന് നമ്മളൊരു പാഠം പഠിച്ചു. അതുകൊണ്ട് അടുത്തയാൾ നമ്മെ 50,000 രൂപ കളിപ്പിക്കാൻ നോക്കിയപ്പോൾ നടന്നില്ല. കാരണം എന്താണ്? 1000 രൂപയിൽ നമ്മൾ പാഠം പഠിച്ചു. അപ്പം ഇതുപോലെ ചില വിഷയങ്ങൾ വരുന്നത് വലിയ വിഷയങ്ങളെ അതിജീവിക്കാനുള്ള ജ്ഞാനം പ്രാപിക്കാനാണ്. ഈ സത്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് അനുഭവത്തിലൂടെയാണ്. അതുകൊണ്ട് പഠനം അവസാനിപ്പിക്കരുത്. കാരണം ജീവിതാനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതുവരെ അവസാനിപ്പിച്ചിട്ടില്ല. ഈ മർമ്മങ്ങളെ തിരിച്ചറിഞ്ഞ് സത്യസന്ധമായി ജീവിക്കുവാൻ, വിവേചിച്ച് ജീവിക്കുവാൻ, ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ലൊരു ജീവിതം കാഴ്ചവെക്കുവാൻ യേശു കർത്താവ് നമ്മെ സഹായിക്കട്ടെ. റോമാലേഖനത്തിലേക്ക് വരാം. 8-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. നമ്മിൽ വരാൻ പോകുന്നത് വലിയ തേജസ്സാണ്. ഏറ്റവും നല്ലത് വരാൻ പോകുന്നേ ഉള്ളൂ എന്ന് നമ്മൾ എണ്ണണം. നല്ല കാലം ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. പെൻഷനായെന്ന് പറയരുത്, 80 വയസ്സായെന്ന് പറയരുത്, 110 വയസ്സായെന്ന് പറയരുത്. എന്തോ ഇന്ന് വരെ കാണാത്ത നല്ലത് വരാൻ പോകുന്നേ ഉള്ളൂ എന്ന് നാം പറയാൻ പഠിക്കണം. അതാണ് എബ്രായ ലേഖനം 11:1. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അതിന് പ്രായമില്ല, വിശ്വാസത്തിന് പ്രായമില്ല. അതുകൊണ്ടാണ് 75 വയസ്സുള്ളവനെ വിശ്വാസികളുടെ പിതാവാക്കിയത്. 75 വയസ്സായിട്ടും മകനില്ലാത്തവനെ
വിശ്വാസികളുടെ പിതാവാക്കിയത് പ്രതീക്ഷകൾക്ക് ഭംഗം വരില്ല എന്ന് നമ്മെ പഠിപ്പിക്കേണ്ടതിനാണ്. എത്ര പ്രായം കഴിഞ്ഞാലും മറുപടികളുണ്ട് എന്ന് സെക്കരിയാവിലൂടെയും എലിസബത്തിലൂടെയും നാം പാഠം പഠിക്കുന്നു. എന്തെല്ലാം പാഠങ്ങളാണ് ഒരു ദൈവ പൈതൽ ജീവിത അനുഭവത്തിലൂടെ പഠിക്കുന്നത്. അതായത് നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ വെളിപ്പെടാൻ പോകുന്നത് തേജസ്സേറിയ കാര്യങ്ങളാണ്. വലിയ കാര്യങ്ങൾ വരാൻ പോകുന്നേ ഉള്ളൂ. ശ്രേഷ്ഠമായത് ഇനിയും വരുന്നേ ഉള്ളൂ. അത് ആശുപത്രിയിൽ ICUയിൽ കിടക്കുമ്പോഴും വെന്റിലേറ്ററിൽ കിടക്കുമ്പോഴും ഇത് തന്നെ പറയാൻ പറ്റിയില്ലെങ്കിലും വായിൽ വലിയ ട്യൂബുകൾ പിടിപ്പിച്ച് മുഖത്ത് എന്തൊക്കെയോ വെച്ച് കവചങ്ങൾ വെച്ച് മറച്ചു വെച്ചാലും ആരും അടുക്കൽ വരാത്ത സമയത്തും അപകട സാധ്യതകൾ കൂടുമ്പോഴും ഇത് തന്നെ ചിന്തിക്കണം, വലിയ കാര്യങ്ങൾക്ക് ഇനിയും സമയമുണ്ട്, അത് വരാൻ പോകുന്നേ ഉള്ളൂ. നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് മരണത്തിനപ്പുറം മാത്രമല്ല, ഈ ഭൂമിയിലെ ജീവിതത്തിലും തേജസ്സുണ്ട്. മുന്നറിഞ്ഞവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു എന്നാണ്. അതിൻ്റെ അർത്ഥം തേജസ്കരണം മരണത്തിനപ്പുറമല്ല, തേജസ്കരണം എന്നുള്ളത് ഒരു മാന്യതയാണ്. ജോസഫിനെ തേജസ്സോടെ ഫറവോന്റെ മുൻപിൽ ദൈവം നിർത്തി. ദാനിയേലിനെ തേജസ്സോടെ 4 രാജാക്കന്മാരുടെ മുൻപിൽ നിർത്തി. അവന്റെ തേജസ്സിന്റെ മുൻപിൽ രാജാക്കന്മാർ കുനിഞ്ഞു വീണു. സ്തെഫാനോസിന്റെ തേജസ് ആർക്ക് എതിര് പറയാൻ കഴിയാത്ത വാക്കുകൾ അവനിൽ പകർന്നു കൊടുത്തു. യേശുവിൻ്റെ തേജസ് കണ്ട് 3 പേർ കവിണ്ണു വീണു. അവൻ്റെ മുഖം ഒരു സൂര്യനെ പോലെ പ്രകാശിച്ചു. അപ്പോൾ ഈ തേജസ്കരണം എന്ന് പറയുന്നത് മരണത്തിനപ്പുറമാണോ? അല്ല. ഈ ഭൂമിയിൽ വെച്ച് വെളിപ്പെടാനുള്ള തേജസ് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഞാൻ നിരത്തിയത്. അതിൻ്റെ അർത്ഥം ഈ ഭൂമിയിൽ വെച്ച് തന്നെ മറ്റുള്ളവർ കാണുകെ ദൈവത്തിന് നമ്മെ മാനിക്കാനുണ്ട്. അതിൻ്റെ മറ്റൊരർത്ഥമാണ് തേജസ്കരണം. മരണത്തിനപ്പുറം മാത്രമല്ല തേജസ്കരണം. ഈ ഭൂമിയിൽ മോശയുടെ മുഖത്തേക്ക് നോക്കാൻ ജനത്തിന് കഴിഞ്ഞില്ല, അതുപോലെ അവൻ്റെ മുഖം പ്രകാശിച്ചു. ദൈവവുമായി അടുത്തിരിക്കുന്നവർക്ക്, ദൈവത്തോടുകൂടെ നടക്കുന്നവർക്ക് ഇതുപോലുള്ള തേജസ്സേറിയ പ്രകാശം കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതമുണ്ട്. തേജസ്സേറിയ ലീഡർഷിപ്പുണ്ട്. തേജസ്സേറിയ മഹത്വമേറിയ നാളുകൾ വരാൻ പോകുന്നേ ഉള്ളൂ. മോശയുടെ 80 വർഷം കാണാത്തത് അവൻ്റെ അടുത്ത 40 വർഷം കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് ആ തേജസ് വന്നതുകൊണ്ട് അവൻ്റെ കണ്ണ് മങ്ങുന്നില്ല, ദേഹബലം ക്ഷയിക്കുന്നില്ല. കണ്ണ് മങ്ങാത്ത, ദേഹബലം ക്ഷയിക്കാത്ത തേജസ്സേറിയ നാളുകൾ വരുന്നേ ഉള്ളൂ. ഇങ്ങനെ ഒന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യാമോ? ഇങ്ങനെ ഒന്ന് ചിന്തിക്കാമോ? ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ഇനിയും സംഭവിക്കും. യോബിൻ്റെ പുസ്തകം 8:7 പറയുന്നു, നിന്റെ പൂർവസ്ഥിതി, പഴയ സ്ഥിതി അല്പമായി തോന്നും, അന്ത്യമോ അതിമഹത്തായിരിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ നീ സമ്പാദിച്ചതും നേടിയതും ചെറുതായി തോന്നുന്ന എപ്പോഴാണെന്നറിയാമോ? വരാൻ പോകുന്ന അതിമഹത്തായ കാര്യത്തിൻ്റെ മുൻപിൽ. ഇന്ന് വരെ നീ പഠിച്ചതും അധ്വാനിച്ചതും ഉണ്ടാക്കിയതുമെല്ലാം നിനക്ക് നിസ്സാരമായി തോന്നും. വരാൻ പോകുന്ന വലിയ കാര്യങ്ങൾ ദൈവം നിനക്ക് തന്നു കഴിയുമ്പോൾ. ജീവിതത്തിൽ ഇന്ന് വരെ പഠിച്ചതും പ്രാപിച്ചതുമെല്ലാം വില കുറഞ്ഞതായിട്ട് മോശയ്ക്ക് തോന്നുകയാണ്. അവൻ മിസ്രൈമിലെ മുഴുവനും സമ്പാദ്യം സമ്പാദിച്ചവനാണ്. മിസ്രൈമിലെ മുഴുവനും വിദ്യാഭ്യാസം സമ്പാദിച്ചവനാണ്. മിസ്രൈമിലെ മുഴുവനും അഭ്യാസം അറിയാവുന്നവനാണ്. എന്നാൽ ദൈവം അവന് അന്ത്യകാലത്ത് 80 വയസ്സ് മുതൽ 120 വയസ്സ് വരെയും
വെച്ചിരുന്ന അതിമഹത്തായ കാര്യത്തിൻ്റെ മുൻപിൽ ഫറവോൻ മുട്ടുകുത്തി, മിസ്രയീം മുട്ടുകുത്തി, ഇസ്രായേൽ മക്കൾ മുട്ടുകുത്തി. ചെങ്കടൽ രണ്ടായി പിളർന്നു. അടിതടവുകൊണ്ടും കളരി കരാട്ട കൊണ്ടും നടക്കാത്ത മോശയുടെ കാര്യങ്ങൾ ഇതാ അന്ത്യം അതിശ്രേഷ്ഠമാക്കിയ ദൈവം അവന് മഹത്വകരമായി കൊടുത്തു. അവൻ്റെ ഒരു വാക്കിൽ കിഴക്കൻ കാറ്റടിച്ചപ്പോൾ കാടപ്പക്ഷി ഇറച്ചിയുമായി വന്നു. കാടപ്പക്ഷി എന്ന ഇറച്ചി കടന്നു വന്നു. ഞങ്ങൾക്ക് ഇറച്ചി എവിടെ നിന്ന് കിട്ടുമെന്ന് 30-ലധികം ലക്ഷം ജനങ്ങൾ ഒരു രാത്രി കരഞ്ഞപ്പോൾ ഇതാ ഒരു കിഴക്കൻ കാറ്റിൽ കാടപ്പക്ഷി ഇറച്ചിയായിട്ട് വന്നിരിക്കുകയാണ്. ആർക്കും എത്തിപ്പിടിക്കാം. മാത്രമല്ല 40 വർഷം ഇസ്രായേൽ മക്കൾക്ക് മന്ന കൊടുക്കുന്ന ഒരു മോശയെ കാണാം. കുടിക്കാൻ പാറയിൽ നിന്ന് വെള്ളം കൊടുക്കുന്ന മോശയെ കാണാം. ഇതെല്ലാം ദൈവമാണ് ചെയ്തതെങ്കിലും ഇതിൻ്റെ പുറകിൽ അത്ഭുതകരമായി ഉപയോഗിക്കപ്പെട്ട ഒരു മനുഷ്യനുണ്ട്. ചിലർ പറയുന്നത് മോശയല്ലല്ലോ കൊടുത്തത്. അല്ല, എങ്കിലും മോശ മുഖാന്തിരമാണ് കൊടുത്തത്. എന്തുകൊണ്ട് ഇപ്പോൾ മന്ന പെയ്യാത്തത്? അതുപോലെയുള്ള മോശമാരില്ല. എന്തുകൊണ്ടാണ് പാറയിൽ നിന്ന് വെള്ളം വരാത്തത്? അതുപോലെയുള്ള മോശയില്ല. ഏത് മോശമായ സാഹചര്യങ്ങളെയും സമൃദ്ധമാക്കാൻ മോശയിലൂടെ ദൈവം ഒരു അത്ഭുതം ചെയ്തു. അത്ഭുതങ്ങൾ എപ്പോഴും ദൈവം വെറുതെ ചെയ്യാറില്ല. അതിൻ്റെ പുറകിൽ വിശ്വസിക്കുകയും വില മുടക്കുകയും ചെയ്തവർക്ക് വേണ്ടിയാണ് ദൈവ അത്ഭുതങ്ങൾ ചെയ്യുന്നത്. അത്ഭുതങ്ങൾ എപ്പോൾ വേണമെങ്കിലും ദൈവത്തിന് ചെയ്യാം. അതിൻ്റെ പുറകിൽ വില കൊടുക്കുന്ന ചിലർ വേണം, വിശ്വസിക്കുന്ന ചിലർ വേണം, പ്രാർത്ഥിക്കുന്ന ചിലർ വേണം, ത്യാഗപരമായി നിൽക്കുന്ന ചിലർ വേണം. മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന ധനമെന്ന് എണ്ണിയവരുടെ മുൻപിലാണ് അത്ഭുതങ്ങൾ തുറന്നു വന്നത്. അത്ഭുതങ്ങൾ ഇന്നും തുറക്കും. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. അത്ഭുതങ്ങൾ നടക്കാൻ ത്യാഗപരമായി ദൈവത്തെ സേവിക്കുന്നവർ വേണം. ആ വാക്യം ഒന്നുകൂടി വായിക്കാൻ. നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വെളിപ്പെടുന്നത് പ്രാർത്ഥിക്കുന്ന, വില മുടക്കുന്ന വ്യക്തികളിലൂടെയാണ്. മോശയിലൂടെയാണ് ആ തേജസ് അവിടെ വ്യാപരിച്ചത്. ഇതുപോലെ നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് നാം വിചാരിക്കണം. അത് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങളൊന്നും സാരമില്ലെന്ന് കാണാം. വലിയ കാര്യങ്ങൾ വരാൻ പോകുന്നേ ഉള്ളൂ. ഈ സീസണിലെ കഷ്ടങ്ങൾക്ക് വലിയ വില കൊടുക്കണ്ട. അതിനേക്കാൾ വലുത് കാണാൻ പോകുന്നേ ഉള്ളൂ. കർത്താവ് അതിനുള്ള കൃപ നിങ്ങൾക്ക് തരും. നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ വലിയ കാര്യങ്ങളെ കാത്തിരിക്കുന്നു. തേജസ്സേറിയ കാര്യങ്ങളെ കാത്തിരിക്കുന്നു. മൂല്യമേറിയ കാര്യങ്ങളെ കാത്തിരിക്കുന്നു. അത്ഭുതകരമായ കാര്യങ്ങളെ കാത്തിരിക്കുന്നു. ഏത് മനുഷ്യനെയും തികഞ്ഞ് വരുത്തുന്ന കാര്യങ്ങളെ കാത്തിരിക്കും. മറുപടികളുടെ ഉടമസ്ഥനെ കാത്തിരിക്കും. മറുപടികളെ കാത്തിരിക്കും. അത്ഭുതങ്ങളെ കാത്തിരിക്കും. ഈ ഭൂമിയിൽ വെച്ചത് ചെയ്യുവാൻ അവിടുന്ന് ശക്തനെന്ന് ഞങ്ങളങ്ങ് വിശ്വസിക്കും. യേശുവിൻ നാമത്തിൽ ആമേൻ. പലരും തേജസ് മരണത്തിന് അപ്പുറം കാത്തിരിക്കുമ്പോൾ മരണത്തിന് മുന്നമേ തേജസ് കാണുന്നവരായി നമുക്ക് തീരാം. വിഡ്ഢികളായി തീരരുത്. ഈ ഭൂമിയിൽ വെച്ച് തന്നെ തേജസ്സേറിയ കാര്യങ്ങൾ പ്രാപിപ്പാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു. നിത്യമോ സ്നേഹത്താലെന്നെ സ്നേഹിച്ച യേശു മഹേശ്, നിന്നിൽ വസിപ്പാനി എന്നെ വീണ്ടെടുത്ത യേശുദേവാ, എന്നെ മറന്നു ഞാൻ നിന്നെ സ്നേഹിച്ചാരാധിച്ചു ജീവിച്ചിടുവാൻ എന്നുള്ള വാഞ്ചിച്ചിടുന്നേ. യേശുവെ മോഹിച്ചിടുന്നേ. ഹോസന ഹല്ലേലൂയ.
Hallelujah. Hosanna. Hallelujah. 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 ലോകത്തിൻ മോഹം വെടിഞ്ഞു ദൈവേഷ്ടം എപ്പോഴും ചെയ്യുവാൻ സത്യത്തിൽ ആത്മാവാൽ എന്നെ ശക്തീകരിക്കുക നാഥാ. എന്നെ മറന്നു ഞാൻ നിന്നെ സ്നേഹിച്ചാരാധിച്ചു പിൻഗമിച്ചിടുവാൻ നിൻ പാദം ചുംബിച്ചിരുന്നേ. യേശുവേ മോഹിച്ചിടുന്നേ. ഓ ഹോസന ഹല്ലേലൂയ. ഹോസന ഹല്ലേലൂയ. ഹോസന ഹല്ലേലൂയ. 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 ഹോസന ഹല്ലേലൂയ. ഹോസന ഹല്ലേലൂയ. ഹോസന ഹല്ലേലൂയ. 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 യേശുവിൻ ചൂടടയാളം. യേശുവിൻ ചൂടടയാളം ദേഹത്തിൽ വഹിപ്പാൻ ഞാനും യോഗ്യനായി തീരുവാൻ എന്നെ ക്രൂശിലേൽപ്പിക്കുന്നു. ഒന്നുകൂടെ ഒന്ന് പാടി. യേശുവിൻ ചൂടടയാളം. യേശുവിൻ ചൂടടയാളം ദേഹത്തിൽ വഹിപ്പാൻ ഞാനും യോഗ്യനായി തീരുവാൻ എന്നെ ക്രൂശിലേൽപ്പിക്കുന്നു. എന്നെ മറന്നു ഞാൻ നിന്നെ സ്നേഹിച്ചാരാധിച്ചു പിൻഗമിച്ചിടും. സർവസ്വവും അർപ്പിക്കുന്നേ. യേശുവേ മോഹിച്ചിടുന്നേ. ഹോസന ഹല്ലേലൂയ. ഹോസന ഹല്ലേലൂയ. ഹോസന ഹല്ലേലൂയ. 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 ഹോസന ഹോസന ഹല്ലേലൂയ. ഹോസന ഹല്ലേലൂയ. ഹോസന ഹല്ലേലൂയ. 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 കണ്ണുനീരില്ലാത്ത നാട്ടിൽ കുഞ്ഞാടിനെ കാണും നാളിൽ അന്തഃപുരത്തിലെ രാജ്ഞി ശോഭ പരിപൂർണയ. എന്നെ മറന്നു ഞാൻ നിന്നെ സ്നേഹിച്ചാരാധിച്ചു ഓട്ടം